രേഖകളൊക്കെ തെളിയിക്കുന്ന രീതിയിൽ അവരുടെ കയ്യിൽ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കോടതിയിൽ നിന്ന് ജാമ്യം മേടിച്ചു വരിക എന്നുള്ളതാണ് സന്ദീപിന്റെ മെയിൻ കാര്യം. അതുകൊണ്ട് സെൻട്രൽ ജയിലിലാണ് ഇപ്പൊ കിടക്കുന്നത്. അനീഷ് വ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത് ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്. ഇവിടെ റൂമിൽ കയറിയിട്ട് ഒന്ന് കുളിക്കണം. ഇതിക്ക് വേണ്ടിയിട്ട് ഈ തക്കല്ല ആകാശം വരെ വേണമെങ്കിൽ നമ്മൾ പോകും. നീതി എല്ലാവർക്കും ഒരേപോലെയാണ്. അത് നേടിയെടുക്കുക തന്നെ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സന്ദീപ് എടപ്പാളിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ഇന്നലെ വൈകുന്നേരം തൊട്ടേ സന്ദീപിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസ് കാര്യങ്ങളിട്ട്. പക്ഷേ നേരെ വെളുത്തപ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാമിൽ അതായിരുന്നു ആദ്യത്തെ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞ് കണ്ടത്. ഞാൻ ഇതിനു മുമ്പ് സന്ദീപിൻ്റെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സന്ദീപിൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന റൂഹിജാൻ്റെ കാര്യങ്ങളാണ് കൂടുതലിടുന്നത്. സന്ദീപ് വന്ന പല കാര്യങ്ങളും സന്ദീപിൻ്റെ ചാനലിനകത്ത് വരുന്ന പല കാര്യങ്ങളും എനിക്ക് ജെനുവിനായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് ഉള്ള കാര്യങ്ങളെടുത്ത് ഞാൻ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ സന്ദീപ് പറയുന്നത് ഇത്രയും സൗമ്യമായ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഉള്ള സത്യം പറയാം. കാര്യം ഏത് കാര്യം പറയുമ്പോഴും ആരെ ഒരു അസഭ്യം പറയാതെ ഉള്ളതുപോലെ പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സന്ദീപിൻ്റെ ഒരുപാട് വീഡിയോസ്, ഞാൻ മിക്ക വീഡിയോസും നല്ല എല്ലാ വീഡിയോസും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. സന്ദീപ് പറയുന്ന പല കാര്യങ്ങളിലും തെളിവ് സഹിതമായിരിക്കും സന്ദീപ് വന്നിരുന്ന് പറയുന്നത്. അല്ലാതെ സന്ദീപ് അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന കാര്യങ്ങൾ പറയാറില്ല. പിന്നെ സ്വന്തമായിട്ട് ഒരിതായിട്ടും മറ്റുള്ളവരെ പഴിച്ച് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അതിൽ സത്യങ്ങൾ പറയാൻ വേണ്ടി പുള്ളി മാക്സിമം അത് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കൊണ്ടുപോയിട്ടുള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം സന്ദീപിനെ അറസ്റ്റ് ചെയ്തെന്നുള്ളൊരു വാർത്തയാണ് രാവിലെ എന്നെ കണ്ടത്. സന്ദീപിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ അന്നേരം വന്ന കുറേ വാർത്തകളുണ്ട്. അതേ തൊട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. സന്ദീപിനെ അറസ്റ്റ് ചെയ്താലും സ്റ്റേഷനിൽ കൊണ്ടുവന്നും എല്ലാമാണ്. സന്ദീപിൻ്റെ നാട്ടിൽ ചെന്ന് തന്നെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞത്. ഈ ഒരു പോസ്റ്റ് വന്നത് രേണുവിൻ്റെ ചാനലിനകത്തൂടെയാണ് വന്നത്. രേണുവിൻ്റെ ചാനലിനകത്തൂടെയാണ് വന്നത്. പക്ഷേ ഈ വന്നേക്കുന്ന കാര്യങ്ങൾ അത് രേണുവാണ് എടുത്ത് റിയാക്ട് ചെയ്ത് ഞാൻ രേണുവിൻ്റെ ചാനലിനകത്താണ് ആദ്യം കാണുന്നത്. അപ്പം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങളും രേണു കള്ളത്തരം പറഞ്ഞു അസുഖത്തെ പറ്റിയതും അതുപോലെ മരുന്നിൻ്റെ കാര്യം. ഒരിക്കലും സന്ദീപിൻ്റെ ഒരു വീഡിയോയ്ക്കത്ര അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. രേണുവിന് അസുഖമുണ്ടെന്ന് തന്നെയാണ് സന്ദീപ് പറഞ്ഞിട്ടുള്ളത്. സന്ദീപ് അതിന് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്യുന്നവരെയും കണ്ടിട്ടുണ്ട്. കാര്യം രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി തിരിച്ചു വരണം തന്നെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഈ സന്ദീപ് എന്ന് പറയുന്ന ആൾ. അപ്പം സന്ദീപ് അത്രയും ഇതായിട്ട് ഓരോ കാര്യങ്ങളും കൊണ്ടുവന്ന് പറയുന്നത് അതിനകത്ത് വന്നേക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് ഇവർ പറയുന്ന കാര്യം ക്യാൻസർ പേഷ്യൻറ്റിനെ കൊണ്ട് സംസാരിപ്പിച്ചത്. അത് നമ്മൾ അന്നേരം അറിഞ്ഞാണ്. ഓരോ രേണുവിന് ഏത് ഇഞ്ചക്ഷനാണ് എടുക്കുന്നതെന്നുള്ളത് പിന്നീടാണ് പറയുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ആദ്യ സമയങ്ങളിൽ എടുക്കുന്ന ഇഞ്ചക്ഷൻ്റെ റേറ്റ് മാത്രമാണ് പറഞ്ഞത്. അത് കീമോ ചെയ്യുന്നതിനാണ് കീമോ ചെയ്യുന്നതിനാണ് എനിക്ക് ഇത്രയും രൂപയാകുന്നതെന്നായിരുന്നു ആദ്യമേ പറഞ്ഞത്. അപ്പം അത് കേട്ട് പല ക്യാൻസർ പേഷ്യൻറ്റും വന്ന് പ്രതികരിച്ചു. അവർക്ക് ഇങ്ങനെയാണ്, അവർക്ക് ഇത്രയും മരുന്നാകുന്നില്ല, ഇതെന്നാണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അന്നേരം രേണുവിൻ്റെ ചേച്ചി വന്ന് അതിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രേണുവിൻ്റെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും വില കുറച്ച് മരുന്ന് ഇവിടെ കിട്ടുമെന്ന് അറിഞ്ഞതെങ്കിൽ എൻ്റെ അനിയത്തിക്ക് വേണ്ടി എനിക്ക് എടുക്കാം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഈ ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഒന്നാമതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതുപോലുള്ള ചാനലിലൊക്കെ വീഡിയോസ് കാണുന്നവർ, ഇങ്ങനെ അസുഖമുള്ളവർ അവരെ തന്നെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കും. ഓരോ തെറ്റിദ്ധരിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. മറ്റ് പേഷ്യൻ്റ് അന്നും പറഞ്ഞായിരുന്നു ഒരു അസുഖം കൊണ്ട് വരുമ്പോഴത്തേക്ക് അതിന് ഇത്രയും എമൗണ്ടൊക്കെ ആകുന്ന പറയുമ്പോഴത്തേക്ക് പല ആൾക്കാരും ഒരു സാധാരണക്കാരൻ പെട്ടെന്നൊന്ന് പേടിക്കും. ഈ ഒരു അസുഖം വരുമ്പോൾ ഇത്രയും ഇഞ്ചക്ഷനൊക്കെ ആണല്ലോ എടുക്കുന്നത് എന്നോർത്ത്. പിന്നെ സന്ദീപ് അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും വിലയുള്ള ഇഞ്ചക്ഷൻ നിങ്ങൾക്ക് ഇത്ര കുറച്ച് കിട്ടുമെന്നും അതെങ്ങനെയൊക്കെയാണ് മേടിക്കേണ്ടതെന്നും അതെങ്ങനെയൊക്കെയാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും എന്നൊക്കെ വിശദമായിട്ടാണ് സന്ദീപ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സന്ദീപിൻ്റെ ചാനലിനകത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു കാര്യങ്ങളും ഒരാളെ മോശമാക്കുന്ന രീതിക്കല്ല സന്ദീപ് പറഞ്ഞിട്ടുള്ളത്. ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന രീതിക്കാണ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ചെയ്ത് സന്ദീപ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിക്കൊണ്ട് ഒരു കഥ, അതെന്ന് വെച്ചാൽ തിരിച്ചും തികച്ചും സാങ്കല്പികമായിട്ടെന്ന് പറഞ്ഞിട്ട് സന്ദീപ് ഒരു കഥ ഇറക്കിയിരുന്നു. ഒരു കഥ ഇറക്കി അതിലൊരു വൈദികനുണ്ട്. അങ്ങനെ അവരുടെ കഥകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് സന്ദീപ് അതിനകത്ത് പറയുന്ന പ്രത്യേകം ഒരു കാര്യമുണ്ട്. ഇതെൻ്റെ സങ്കല്പത്തിലുള്ളൊരു കഥയാണ്. ഈ കഥ എടുത്തു വെച്ച് ആരും റിയാക്ട് ചെയ്യാൻ നിൽക്കേണ്ട, ഇതെടുത്തുകൊണ്ട് ആരും പോകുകയും വേണ്ട, ഇതെൻ്റെ ഒരു സങ്കല്പത്തിലുള്ള കഥ എന്ന് മാത്രമാണ് സന്ദീപ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് കുറച്ച് യൂട്യൂബേഴ്സ് എടുത്ത് റിയാക്ട് ചെയ്ത് വെച്ച് അത് വിഷപ്പാണ് എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഇതാക്കിക്കൊണ്ട് അതിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ബിഷപ്പ് അതിനെതിരെ നടപടിക്ക് പോയത്. അപ്പം ഇതിൽ ഞാൻ ചോദിക്കുന്നത്, സന്ദീപ് ഒരിക്കലും ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. പുള്ളി പറയുന്നുണ്ട് എൻ്റെ സങ്കല്പത്തിലെ കഥകളാണ്. ഓരോ കഥ പറയുമ്പോഴും ഓരോ പേരാണ് അതിൽ വരുന്നത്. ഒരാൾക്ക് കണ്ടിന്യൂ ആയിട്ട് ഒരു പേരിടുന്നില്ല, ഒന്നുമില്ല. അത് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇത് ആരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്, എൻ്റെ ഒരു സങ്കല്പിക കഥയാണ്, ഞാനിത് പറയുവാണ് എന്നും പറഞ്ഞിട്ടാണ് പറയുന്നത്. അങ്ങനെ പറയുന്നിടത്ത് അതെടുത്ത് ഇന്നയാളാണെന്നും പറഞ്ഞ് വീഡിയോ ചെയ്തവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ലേ? അത് ഇന്നയാളാണെന്നും പറഞ്ഞുകൊണ്ട് പേര് സഹിതം ഫോട്ടോ സഹിതം വെച്ച് വീഡിയോ ചെയ്തവർക്കൊന്നും പ്രശ്നമില്ല. അത്
അത് ഇദ്ദേഹത്തെ ഒരുപാട് മാനസികമായിട്ട് വിഷമിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ബിഷപ്പ് ഇതിനെതിരെ കേസിന് പോയത്. അപ്പം കേസിന് പോയ കാര്യത്തെപ്പറ്റി ബിഷപ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, നമുക്കൊന്ന് കേൾക്കാം. ഒരു പ്രതിയാണല്ലോ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. പല യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടു. അതിൽ വേറെ കുറച്ച് ആൾക്കാരുടെ പേരിൽ കൂടെ പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവര് പോലീസ് സൈബർ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ അന്വേഷണത്തിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. തുടർന്ന് തീർച്ചയായിട്ടും വേണ്ട മേൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇവിടുത്തെ പോലീസ് മേലധികാരികൾ എന്നോട് അറിയിച്ചിട്ടുണ്ട്. അവർക്കെതിരെ അധികം വൈകാതെ തന്നെ നടപടികൾ ഉണ്ടാകും. അവർ നിരീക്ഷണത്തിലാണ് എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എനിക്കിപ്പോൾ അവരെന്നോട് അറിയിക്കുവാനിടയായിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് കേസ് കൊടുത്ത ആരാന്നുള്ളത് മനസ്സിലായല്ലോ. ഈ ഒരു കാര്യം വന്നത് എങ്ങനെയാണെന്നറിയാം, പുറത്ത് ന്യൂസായിട്ട് വന്നത് എങ്ങനെയാണെന്നറിയാം. ബിഷപ്പാണ് ഇതിനുള്ള കേസ് കൊടുത്തേക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത്. പിന്നെ അവിടെ നമ്മൾ വീഡിയോ എടുക്കുന്ന ഒരാളെ കണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്, അതൊക്കെ വിട്ടേരാം, അതൊന്നും ഞാനൊന്നും പറയുന്നില്ല. ഞാൻ വശത്തേക്ക് പറയാനായിട്ട് നേരത്തെ തൊട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അവസ്ഥയ്ക്കൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു ന്യൂസ് വന്നായിരുന്നു. ഈ ന്യൂസ് വന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കണം കേട്ടോ. മീഡിയയിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാമെന്ന കാലം മാറുകയാണ്. ക്യാൻസർ ചികിത്സയിലായിരുന്ന സോഷ്യൽ മീഡിയ താരവും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ രേണു സുധിക്കെതിരെ അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിച്ച യൂട്യൂബർ സന്ദീപിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. രേണു സുധിന്റെ വ്ളോഗിലൂടെ പങ്കുവച്ച ക്യാൻസർ ചികിത്സയുടെ മെഡിക്കൽ ബില്ലുകൾ വ്യാജമാണെന്ന് ആരോപിച്ച് സന്ദീപ് നിരവധി റിയാക്ഷൻ വീഡിയോകളാണ് പുറത്തുവിട്ടിരുന്നത്. ഇതിന് പിന്നാലെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. സന്ദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ രേണു സുധി തന്നെയാണ് തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ചത്. വീഡിയോയ്ക്ക് താഴെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നവർക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എന്ന തരത്തിലുള്ള നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇവർ കൊണ്ടുവന്നത്. ഇത് മംഗളം എന്ന് പറഞ്ഞൊരു ചാനലാണ്. ഇതിനകത്ത് ഈ രേണുസുതിയായിട്ടല്ല ഈ കേസ് വന്നിരിക്കുന്നത്, ബിഷപ്പാണ് ഈ കേസ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഈ ഒരു ചാനലിന് ഇത്രയും ഇത് പറഞ്ഞേച്ച് അവസാനം പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ, അത് ഞാനത് കാണിച്ചു തരാവേ. അവസാനം ഇവർ കൊണ്ടിടുന്ന ഒരു കാര്യമുണ്ട്. ഇത് മംഗളം എന്ന് പറഞ്ഞൊരു ഇതാണ്, മംഗളം TV എന്നാണ് എടുത്തേക്കുന്നത്. സത്യം അതിവേഗം വാർത്തകൾക്കും അപ്പുറം. ഏത് സത്യം? ഇതാണോ നിങ്ങളുടെ സത്യം? ഇതാണോ നിങ്ങളുടെ വാർത്തകൾക്കപ്പുറമുള്ള അതിവേഗമുള്ള സത്യം എന്ന് പറഞ്ഞതാണോ? രേണുവിൻ്റെ ചാനലിനകത്ത് ഈ ഒരു കാര്യം ഇട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷെങ്കിൽ രേണു അല്ല ഇത് കേസ് കൊടുത്തേക്കുന്നത്, ഇത് ബിഷപ്പാണ് കേസ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ആ പരാതിയുടെ ഒരു കോപ്പി ഞാൻ ഇതിൻ്റെ സൈഡിൽ വെക്കാം. അതിനകത്ത് നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് പരാതി കൊടുത്തേക്കുന്നതെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളതും മനസ്സിലാകും. പിന്നെ ഇത് ആഘോഷിക്കുന്ന കണ്ടാൽ തോന്നും സന്ദീപിനെയായിട്ട് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോയതാണ്. തൂക്കിക്കൊല്ലാനൊന്നും കൊണ്ടുപോയതൊന്നും അല്ലല്ലോ. ഒരാളൊരു കേസ് കൊടുത്തു, അതിനെ അറസ്റ്റ് ചെയ്തു, അതിൻ്റെ ബാക്കി നടപടികൾ നടക്കും. ഏക്കാളും രണ്ട് ഭാഗവും കേൾക്കാതെ ഒരു കോടതിയിൽ നിന്ന് ഒരു വിധിയും വരികയില്ല. രണ്ട് ഭാഗവും കേൾക്കുമല്ലോ. സന്ദീപിന് പറയാനൊന്നും ഇല്ലാതല്ലല്ലോ. സന്ദീപിൻ്റെ കൈ തെളിവുള്ളത് കൊണ്ടായിരിക്കാം സന്ദീപ് ഓരോ ചൂടുകളും മുന്നോട്ട് വെക്കുന്നത്. സന്ദീപ് ഒരു തെളിവില്ലാതെ ഓരോ ചൂടും മുന്നോട്ട് വെക്കാൻ പോകത്തില്ല. അപ്പം അത്രയും തെളിവുള്ളത് കൊണ്ടായിരിക്കാം അത് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. റൂഹിജാൻ്റെ ചാനലിനകത്ത് ഒരു ഇത് വന്നായിരുന്നു, സന്ദീപിനെതിരെ ഒരു കേസ് വന്നാലേ ഈ കേസിന് ഒരു വഴിത്തിരിവാകുള്ളൂ എന്നൊരു കാര്യം പറയുന്നുണ്ട്. റൂഹിജാൻ്റെ ചാനലിനകത്ത് സന്ദീപിനെതിരെ ഒരു കേസ് വന്നാലേ ഇത് മുന്നോട്ട് പോകുള്ളൂ, ഇത് കേന്ദ്ര സർക്കാരാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നതെന്നും അവർ പറയുന്നുണ്ട്. അവരുടെ ചാനലിനകത്ത് പറയുന്നുണ്ട്. അവർ നേരത്തെ വേറെ ചാനലിനകത്തായിരുന്നു വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറ്റി അവർ സ്വന്തമായിട്ടൊരു ചാനലിനകത്താണ് അവർ കഴിഞ്ഞ ദിവസം തൊട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട്, ഇത് ഒരു ആത്മാവ് പറയുന്നെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇതൊരു കേസാക്കാൻ പറ്റത്തില്ല, ഇതിനൊരു നിയമ നടപടികൾക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളപ്പോൾ ഇതിന് എവിടെയെങ്കിലും ഒരു തുമ്പ് കിട്ടി ഏതെങ്കിലും ഒരു വഴിക്കൂടെ ഈ കേസ് പൊങ്ങി വന്നാലേ അവർക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അവർക്കും അറിയായിരുന്നു സന്ദീപിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും, സന്ദീപിനെതിരെ ഒരു കേസ് വരും എന്ന് അവർക്കറിയായിരുന്നു. അങ്ങനെ വന്നാലേ അവർക്കൊരു പിടിവള്ളി ഉള്ളെന്ന് അവരുടെ ചാനലത്ര പറയുന്നത് ഞാൻ കേട്ടതാണ്. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ കാണുമായിരിക്കാം. അതിൽ ചിലരൊക്കെ യാദൃശ്ചികമായിട്ട് ചെന്ന് പെടുന്നുണ്ട് കുറേ ആൾക്കാർ. അതിൽ ചിലപ്പോൾ ബിഷപ്പായിരിക്കാം, രേണു ആയിരിക്കാം, ആരൊക്കെയോ ചെന്ന് അതിലേക്ക് പെടുന്നുണ്ട്. അപ്പം ഇത് എന്നതാണെന്നുണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇത് സത്യങ്ങൾ തെളിയണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. കാര്യം ഇത് ഈ റൂഹിജാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യങ്ങളുണ്ടോ, സത്യങ്ങളുണ്ടെങ്കിൽ തെളിയണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാര്യം റിഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ കൊന്ന് കെട്ടി തൂക്കിയെന്നാണ് അവർ പറയുന്നത്. അത് ആത്മഹത്യയാക്കി തീർത്തെന്നാണ് പറയുന്നത്. പക്ഷെ അത് ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം വരുന്നത് അത് സത്യമാണെന്നുണ്ടെങ്കിൽ, അത് തെളിയുന്നുണ്ടെങ്കിൽ, അതിനി ഒരു ആത്മാവ് വഴിയാണ് അവർക്കൊരിത് കിട്ടുന്നെങ്കിൽ, അങ്ങനെയുള്ള തെളിവുകൾ അവർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, പിന്നെ അവർ ഓരോ തെളിവ് ശേഖരിച്ച് ഷെബീന ബീബിക്കും കൊടുക്കുന്നുണ്ട്, ഈ സന്ദീപിനും കൊടുക്കുന്നുണ്ട്. അതും അവർക്ക് ചാനലിലൂടെ തന്നെ ഒരു വല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം സന്ദീപിനെ അതിൻ്റെ കൊല്ലാൻ വിധിച്ചു എന്നുള്ള രീതിയിലാണ് ചിലരൊക്കെ ആഘോഷിക്കുന്നത് ഞാൻ കണ്ടത്. പക്ഷെ ആരാഘോഷിച്ചാലും സന്ദീപ് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. നീതിക്ക് വേണ്ടിയിട്ട് ഈ തക്കല്ല, ആകാശം വരെ വേണമെങ്കിൽ നമ്മൾ പോകും. നീതി എല്ലാവർക്കും ഒരേപോലെയാണ്. അത് നേടിയെടുക്കും തന്നെ. ഇപ്പൊ കോടതിയിലോട്ടാണ് പോകുന്നത്. കോടതി ഉണ്ടോ? ഈ കോടതി എവിടെ? അതൊക്കെ വരുന്ന ദിവസം പറയാം. ഒരു ഈ മാസം 30-ാം തീയതി എല്ലാരും കൂടി പോയി. രാവിലെ 10 മണിക്ക്.
സന്ദീപ് സ്റ്റേഷൻ ജാമ്യത്തിലാണ് സന്ദീപ് ഇറങ്ങിയേക്കുന്നത്. നമ്മൾ എന്താണെങ്കിലും ഈ സോഷ്യൽ മീഡിയ വരുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കിടക്കും. ആര് പറഞ്ഞാലും ആര് പ്രവർത്തിച്ചാലും അതിപ്പം ഒരാൾ ഇട്ടെന്ന് പറഞ്ഞാൽ അവരത് അവരുടെ അക്കൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാലും വേറൊരു അക്കൗണ്ടിൽ ഈ ഒരു വീഡിയോസ് കാണാതിരിക്കത്തില്ല. അല്ലെങ്കിൽ അത് ആരെങ്കിലും സേവ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളിടത്ത് നമ്മൾ ഒരാളെ മാത്രമായിട്ട് കുറ്റം പറഞ്ഞ് ഒരു കേസ് ഉണ്ടാക്കാൻ നോക്കിയാൽ അതിനുള്ള തെളിവായിട്ട് അവരുടെ മറ്റെന്തെങ്കിലും കാണും. അതുകൊണ്ടായിരിക്കും അവർ സ്ട്രോങ് ആയിട്ടൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഇനി നമുക്ക് സന്ദീപ് പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ വെക്കാം. ജാമ്യ സെൻട്രൽ ജയിലിലാണ് ഇപ്പൊ കിടക്കുന്നത്. അനീഷ് വ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്? ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്. ഇവിടെ റൂമിൽ കയറിയിട്ട് ഒന്ന് കുളിക്കണം, ഒന്ന് പല്ലേക്കെ ഉണ്ട്, പല്ലേച്ചില്ല, പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് തൂറണം. അനീഷേ തൂറിയിട്ടൊക്കെ പോളൂട്ടാ. എടാ എനക്ക് എന്തിന്റെ കേടാടാ? വല്ലവരും എറിഞ്ഞാണ് അപ്പക്കഷ്ണം തിന്നിട്ട് ഊളത്തരം പറഞ്ഞിരിക്കുക. എനിക്കത് വേറെ പണിയില്ല ചോദിക്കാനുള്ളത്. ജാമ്യം കിട്ടാത്ത ഒരു കേസിലല്ല പിടിച്ചു കൊണ്ടിട്ടുള്ളത്. ജാമ്യം കിട്ടിയില്ല, അതും സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നേ പറയുന്നുള്ളൂ, സത്യസന്ധമായിട്ട് വീട് ചെയ്തിട്ടുള്ളത്, സത്യസന്ധമായിട്ട് തന്നെ വീട് ഞങ്ങോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുന്നുള്ളതാണ്. ഇനി ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ വേണ്ട. അത് നടപ്പിലാവുന്ന കാര്യമല്ല. അത് ആരോടെ പറഞ്ഞെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇതിനകത്ത് സന്ദീപിൻ്റെ വായിൽ നിന്ന് അപ്പീടുന്നൊരു കാര്യം, ഇതുപോലൊരു വാക്ക് ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ സന്ദീപിൻ്റെ വായിൽ നിന്ന്. കാര്യം സന്ദീപ് നമ്മൾ വെച്ചാൽ ഭയങ്കര ഇതായിട്ട് എന്നതാ ഭയങ്കര ബഹുമാനത്തോടെ ആൾക്കാരോട് സംസാരിക്കുന്ന സന്ദീപ് ഓരോ കാര്യങ്ങൾ പറയുന്നതും കേട്ടിട്ടുള്ളൂ കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മൾ ഈ ഒരു വാർത്തയൊക്കെ കേൾക്കുന്ന ആ ഒരു ഫീലോട് കൂടി നമുക്ക് കേൾക്കാൻ പറ്റും സന്ദീപിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അത്രയും ഇതായിട്ട്. കാര്യം സന്ദീപിന് അറിയാം ആ ചാനലിനകത്ത് എന്നതൊക്കെയാണ് പറയേണ്ടത്, എന്നതൊക്കെ പറഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് പോകും എന്നറിയാം. സന്ദീപിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം, ഒത്തിരി ആൾക്കാരുണ്ടെന്ന് അറിയാം. സന്ദീപിനെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം നമ്മളൊരു കാര്യം കൊണ്ടുവരുമ്പോൾ അത് ജെനുവിൻ ആണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ആൾക്കാർ ഒരുപാട് കാണും. അതേസമയം നമ്മൾ അങ്ങേ വെള്ളത്തിലും ചവിട്ടി ഇങ്ങേ വെള്ളത്തിലും ചവിട്ടി കള്ളങ്ങൾ പറഞ്ഞു നടന്നാൽ അതിന് കുറച്ച് നാളെ അതിന് നിലനിൽപ്പ് കാണത്തുള്ളൂ. കുറച്ച് നാൾ ആൾക്കാരെ നമുക്ക് തെറ്റിദ്ധരിപ്പിച്ച് നിർത്താൻ പറ്റും. അത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ സത്യങ്ങൾ താനെ പൊങ്ങി വരും. ബാക്കി കൂടെ നമുക്ക് കേൾക്കാം. നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നല്ല പറഞ്ഞത്. ഞങ്ങൾക്ക് എന്താ അറ്റം വല്ല മതിൽ കെട്ടി അടച്ചു വെച്ചിട്ടുണ്ടോ? അതിനപ്പുറത്ത് വേണമെങ്കിൽ നമ്മൾ പോകുന്നുള്ളതാണ്. ഇപ്പോഴും സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത്, എന്നും സത്യസന്ധമായിട്ട് തന്നെ നിൽക്കുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നത്. 2,40,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൊണ്ടും നിങ്ങളുടെ ഇഷ്ടം കൊണ്ടും മാത്രമാണെന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞുതരാം. കേസ് ഫയൽ എന്താണ്, കേസ് ഡീറ്റെയിൽസ് എന്താണെന്ന് എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഉണ്ണാക്ക് കാണിച്ച് പേടിപ്പിക്കാനൊന്നും ആരും വിചാരിക്കണ്ട കേട്ടാ. വണ്ടിയിലാണ് നമ്മളെ ഫോണങ്ങ് പോയി കിട്ടിയിട്ട് കേട്ടോ. ഫോണൊക്കെ അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. 2 ഫോണ്, ലാപ്ടോപ്പ് ഇതൊക്കെ പോയി. ഇനിയെങ്കിലും വീട് ചെയ്യുന്ന ആളുകൾക്ക് ചെറിയൊരു ഹിന്റ് തരാം. സ്വന്തം ഫോണ്, അതായത് മൊബൈലിൽ ഇല്ലേ വീഡിയോ എടുക്കുന്ന സമയത്ത് സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എടുക്കുക, സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എഡിറ്റ് ചെയ്യുക. ഒക്കെ സിമ്മില്ലാത്ത ആവശ്യമില്ലാത്ത എടുക്കുക. നല്ല ഫോണായിട്ട് ഉപയോഗിച്ചാൽ ഒരു പണിയാണ്. അതൊരു പാടാണ്. പാടങ്ങൾ ഒരുപാട് വേണമല്ലോ. ഒരുപാട് ഉണ്ടാക്കിയല്ലേ കായ്, അതിൽ കുറച്ച് കായ് ഇറങ്ങട്ടെ അല്ലേ. കുറച്ച് കോടതിയിൽ ഇറങ്ങും. കുറേ ആൾക്കാർ കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്. വണ്ടി ഓടുന്നത് കൊണ്ട് എനിക്ക് വല്ലാണ്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യാനും കൂടെ നിൽക്കുക, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ കുരയ്ക്കും പട്ടി കട്ടിക്കില്ല, കുരക്കട്ട കിടന്നിട്ട് വല്ലാണ്ട് കുറച്ച് ആളുകൾ എന്താ ചെയ്യുക, അതന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുള്ളത്. അപ്പോൾ അനീഷ് ബ്രോ, എനിക്ക് ജാമ്യം കിട്ടിയെന്ന് ആരെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ അനീഷ് ബ്രോയിനോട്. അദ്ദേഹത്തിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വെറുപ്പും ഉദ്ദേശമൊന്നുമില്ല. കണ്ടന്റ് കിട്ടുമ്പോൾ എടുത്തങ്ങ് ചെയ്യുന്ന ആളുകളാണല്ലോ, ചെയ്യട്ടെ. അപ്പോൾ വരാം വീട്ടിലെത്തി. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും നല്ല ഇതോടുകൂടി തന്നെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ എന്തൊക്കെയോ തെളിവുകളുള്ളതുകൊണ്ട് തന്നെയാണ് അത്ര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുക. ശരിയാണ്, ഈ അങ്ങേയറ്റം നീതിയുടെ അങ്ങേയറ്റം എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമായിട്ടുള്ളതല്ലല്ലോ. എതിരെ നിൽക്കുന്നവർക്കും ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ പറയാണ്ട് കേൾക്കാനുള്ളത് കാണുമല്ലോ. അദ്ദേഹത്തിൽ കൊലക്കുറ്റമോ അല്ലെങ്കിൽ ഈ രാജ്യദ്രോഹ കുറ്റങ്ങളോ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ആ കഥ പറഞ്ഞത് വേറെ കുറച്ച് ആൾക്കാരെടുത്ത് അത് ഇന്നയാളെയാണ് പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് അത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം കൊണ്ട് പരാതി കൊടുത്തു. അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അല്ലാതെ രേണു ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല, രേണു ഇതിലൊന്നുമില്ല. രേണുവിൻ്റെ ചാനലിലൂടെ ഈ വീഡിയോ ഒന്ന് ഇട്ടു, അത്രയേ ഉള്ളൂ. അല്ലാതെ രേണുവിൻ്റെ ഒരു കേസോ കാര്യങ്ങളോ അതിനകത്ത് വരുന്നതായിട്ട് കണ്ടിട്ടില്ല ഒന്നും. അങ്ങനെ രേണു കേസ് കൊടുക്കാനാണെങ്കിൽ രേണു എന്നേ കേസ് കൊടുക്കണമായിരുന്നു. എത്രയോ ചാനലുകളിൽ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, എത്രയോ ചാനൽ ഇപ്പോൾ സപ്പോർട്ട് നിൽക്കുന്നവർ പോലും പണ്ട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. അപ്പം രേണു അല്ല ഇതിലെടുത്തേക്കുന്നത്, ഇവിടുന്ന് എന്തെങ്കിലും കെട്ടിച്ച് രേണു കൊടുത്തെന്നും പറഞ്ഞിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് ഈ അനീഷിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ. അനീഷ് പറയുന്ന ഒരു കാര്യത്തോടും ഞാൻ യോജിക്കാറില്ല. അനീഷ് നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല അനീഷിൻ്റെ സംസാരങ്ങൾ. ഇപ്പം കിച്ചുവിനെ എങ്ങനെ തകർക്കാം എന്നുള്ളൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി ഇറങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അനീഷ്. അതിന് അനീഷ് എന്തൊക്കെയാണ് പറയുന്നത് അനീഷ് തന്നെ അറിയത്തില്ല. ഒരു വ്യക്തിയെ തകർക്കാൻ വേണ്ടി എന്തും നമ്മൾ രേണുവിനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ രേണു എന്ന് പറയുന്നൊരു വ്യക്തിയെ തകർക്കുക എന്നുള്ളതല്ല, അവർ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഇത് അങ്ങനെയല്ല. ആ ഒരു കൊച്ചിനെ ഒരു തരത്തിൽ
തരത്തിലും മുന്നോട്ട് പോകല് എന്നുള്ള ലക്ഷ്യത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അനീഷിനെ തോന്നിയിട്ട് പല കാര്യങ്ങളിലും. നമുക്ക് അനീഷ് പറയുന്ന കുറേ കാര്യം കേൾക്കാം. സന്ദീപിനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. ഇവനെ കറക്റ്റായിട്ട് നിരീക്ഷിച്ചതിന് ശേഷമാണ് പോലീസ് അവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ചുമ്മാ ഇവന്റെ നേർക്ക് ഇങ്ങനത്തെ ഒരു FIR എഴുതി ചേർക്കത്തില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചുമ്മാ വന്നിരുന്ന് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ട് മെഴുകിയിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് ഞാൻ ഇതിനോടകം സൂചിപ്പിക്കുകയാണ്. ഇവൻ 13-ാം തീയതി തൊട്ട് ബിഷപ്പിനെതിരെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതും അത് പോലീസുകാരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് സാങ്കല്പികമാണെന്ന് പറഞ്ഞ് കഥ ഇട്ടായിട്ട് പോലും ഇതിന്റെ അകത്ത് വളരെ വ്യക്തമായിട്ടും ആളുകളെ മനസ്സിലാക്കുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങളുള്ളത്. എന്തായാലും പോലീസ് കോടതിയിൽ ഈ രേഖകളൊക്കെ തെളിയിക്കുന്ന രീതിയിൽ അവരുടെ കയ്യിൽ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കോടതിയിൽ നിന്ന് ജാമ്യം മേടിച്ചു വരിക എന്നുള്ളതാണ് സന്ദീപിന്റെ മെയിൻ കാര്യം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിയൊന്നും ആൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് സന്ദീപ് പറഞ്ഞത് അനീഷ് ബ്രോയുടെ കമന്റ് ബോക്സിൽ ചെന്ന് ആരെങ്കിലും ഒരു കാര്യം എനിക്കെന്നെ അനീഷിനെതിരായിട്ട് ആരൊക്കെയോ കമന്റ് ഇടുന്നുണ്ട്. അതിനാണ് അനീഷ് പറഞ്ഞത് കമന്റ് ബോക്സിൽ ഒന്നിച്ച് അങ്ങനെ പറയാനായിട്ട്. ഈ ഒരു സാങ്കല്പിക കഥയെന്ന് പറഞ്ഞ് ഇറക്കിയതിനകത്ത് സന്ദീപും ചെറിയൊരു മിസ്റ്റേക്ക് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബിഷപ്പിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട്, അതായത് ഈ ബിഷപ്പ് അതിനാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, ഒരു ഫോട്ടോ വെച്ചിട്ട് ആ മുഖം ഇങ്ങനെ ഒന്ന് കറുപ്പിച്ച് അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആ ഒരു പണ്ട് രേണുവിൻ്റെ കൂടെ നടന്നിരുന്നവർ വിളിച്ചിരുന്ന ഒരു പേരും തമനയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരിക്കാം ഈ ബിഷപ്പിനെയാണ് എന്നും പറഞ്ഞുകൊണ്ടെടുത്ത് അനീഷ് റിയാക്ട് ചെയ്തത്. ഇനി അതിൽ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, കൊണ്ടുവന്ന് കാണിക്കട്ടെ. ചിലപ്പം അവർക്ക് തോന്നിക്കാണും. നമ്മളൊരു കാര്യം ഇപ്പോൾ പറയുമ്പോൾ ഞാൻ കട്ടവൻ്റെ തലേ പപ്പിരിക്കും എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അല്ലാതെ ഒരാൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് തോന്നും അത് എന്നെയാണ്, ഞാൻ ചെയ്ത കാര്യമാണല്ലോ അവർ പറയുന്നതെന്ന് തോന്നിയാൽ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ബാക്കിയും കൂടെ കേൾക്കാം നമുക്ക്. അവരുടെ വീഡിയോ കണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ സ്നേഹിക്കുന്ന, അവർക്ക് പൈസ അയച്ചു കൊടുക്കുന്ന ആൾക്കാർ അവർക്ക് അയച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴാണ് ഇവരുടെ ക്യാൻസർ രോഗം ഫേക്കാണെന്നും ഇവരുടെ ബില്ലുകൾ മൊത്തം ഫേക്കാണെന്നും അത് AI ആണെന്നും അങ്ങനെ തുടങ്ങി അവർക്ക് കിട്ടേണ്ട സഹായങ്ങൾ നിർത്തലാക്കുകയും അവർക്ക് കിട്ടേണ്ട പ്രാർത്ഥനകൾ നിർത്തലാക്കാൻ വേണ്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുക തന്നെ വേണം. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നടന്നത്. ഇപ്പോൾ സന്ദീപിനെതിരെ കേസുകൾ കൊടുത്തിരിക്കുന്നത് ബിഷപ്പും അതോടൊപ്പം തന്നെ ഇവരുടെ കുടുംബവുമാണ്, രേണുവിന്റെ കുടുംബവുമാണ്. അതുപോലെ തന്നെ നിരവധി ആൾക്കാർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും രേണുവിൻ്റെ കുടുംബം അതിൽ വരുന്നേയില്ല. ഞാനിട്ടൊക്കെ നിങ്ങൾക്ക് ആ കേസിൻ്റെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. രേണുവിൻ്റെ കുടുംബം അതിൽ വരുന്നേയില്ല. വെറുതെ രേണുവിനെ കൂടെ അതിലേക്ക് വലിച്ചഴച്ച് വീണ്ടും ഈ സന്ദീപിനോട് ഇഷ്ടമുള്ള ആൾക്കാർ കൂടി രേണുവിനെതിരെ റിയാക്ട് ചെയ്തോട്ടെ എന്നുള്ളതായിരിക്കും ഇവർക്ക് ഉദ്ദേശം. എന്നാലും രേണുവിൻ്റെ അവരിതിനകത്ത് വന്നതായിട്ടൊന്നും കാണിച്ചിട്ടില്ല. ബിഷപ്പിൻ്റെ കേസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനെതിരെയാണ് നടപടി എടുത്തേക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുക്കുകയും ചെയ്തേക്കുന്നത്. സന്ദീപ് പറയുന്ന പോലെ തന്നെ രേണുവിനെ സഹായിക്കാനായിട്ട് എല്ലാവരും തയ്യാറാവുന്നവരെല്ലാവരും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ പറയുന്നു, രേണുവിൻ്റെ മാനേജർ തന്നെയാണ് പറഞ്ഞത് ആരും വേണ്ട, പിച്ചക്കാശ് കൊടുക്കുന്ന പോലെയാണോ കൊടുക്കുന്നത് എന്ന് ചോദിച്ചൊരു വോയിസ് ഞാൻ ഇട്ടായിരുന്നു. അത് അൽത്തു വ്ളോഗ്സാണ്. അതിനെതിരെ അവരെ സഹായിക്കണം. ഈ ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ ദിവസം ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇവർ കഴിക്കുന്ന മരുന്നും കാര്യങ്ങളും ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൈ നിൽക്കുകയല്ല. നമ്മൾ എത്ര ഉണ്ടെന്ന് പറയും. രേണുവൊക്കെ നേരത്തെ മുതൽ വലിയ സമ്പാദ്യം ഉള്ളവരൊന്നുമല്ല. അവർ ഇതിലേക്ക് വന്നതിന് ശേഷമാണ് അവരുടെ ഇച്ചിരി സമ്പാദ്യം ഉണ്ടായി തുടങ്ങിയെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ആ കരുതി വെച്ചേക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ വലിയ ലക്ഷങ്ങളൊന്നും കാണത്തില്ല, വളരെ കുറച്ച് പൈസകളെ കാണത്തുള്ളൂ. അതുകൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ 2-3 പ്രാവശ്യം ആ മരുന്നിൻ്റെ വില തന്നെ അവർ പറഞ്ഞു, അത്രയും വിലയാണെന്ന് പറഞ്ഞു. അത് 2 പ്രാവശ്യം മേടിക്കുമ്പോൾ തന്നെ കയ്യിൽ തീരാവുന്നതേ ഉള്ളൂ. അപ്പം ആ ഒരു കാര്യങ്ങൾ പിന്നെ മറ്റ് ജോലിക്കാർ ആ ജോലിയൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. നേരത്തെ എന്ന് പറയുമ്പോൾ രേണുവിന് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രേണുവിൻ്റെ കയ്യിൽ എവിടെ നിന്നൊക്കെ പൈസ വന്ന് കയറുമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, അങ്ങനെ വർക്കും കാര്യങ്ങളുമില്ല. അവർ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എല്ലാവരും സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് അൽത്തു വ്ളോഗ്സ് അങ്ങനെ ഒരു വോയിസ് ഇട്ടത്. പക്ഷേ അതിനെതിരെ വന്ന നടപടി എന്തുവാ? പുള്ളിക്കെതിരെ കേസ് വരുമെന്നാണ് പറഞ്ഞത്. പുള്ളിക്കെതിരെ കേസ് വരും. എന്നിട്ട് അൽത്തു വ്ളോഗ്സ് ആ വീഡിയോസ് അങ്ങനെ റിമൂവ് ചെയ്യുമോ അങ്ങനെയായിട്ട് ചെയ്തായിരുന്നു. അന്നേരം അതിനകത്തൊരു ഒരു വോയിസ് വരുന്നുണ്ട്. അന്ന് ഇവരുടെ തന്നെ അറിയാവുന്ന കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് രേണു ആരോടും 1 രൂപ പോലും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന്. രേണു ഇപ്പോഴും പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് പൈസയ്ക്ക് ആവശ്യമുണ്ട്, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാലോ ഒരു മനുഷ്യനെ സഹായിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നതെന്നുള്ള അറിയാലോ. അല്ലാതെ രേണു വന്ന് എല്ലാവരോടും പറയത്തില്ല എനിക്ക് നിങ്ങൾ പൈസ താ, എനിക്ക് നിങ്ങൾ സഹായിക്കുക. അങ്ങനെ രേണു ഒരിക്കലും പറയത്തില്ല. രേണുവിൻ്റെ കാര്യം പറയുന്നത് എൻ്റെ മരുന്നിന് ഇത്രയും രൂപയാകും, എൻ്റെ ഇപ്പോൾ സാമ്പത്തികം കുറവാണ്, എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളൊക്കെ സഹായിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നത് മറ്റുള്ളവർ അവരെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് അവരെ പറയുന്നത്. അതിപ്പോൾ വലിയ പ്രശ്നമാക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഒരു നാണക്കേടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പം ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു കൂലിപ്പണിക്ക് പോയിട്ട് വരുന്നവൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപയായിരിക്കും അവർക്ക് ഇട്ട് കൊടുക്കാനുള്ളത്. ആ 100 രൂപ ചെല്ലുമ്പം അങ്ങനെ ഒരു 10-100 രൂപ ചെല്ലുമ്പോഴത്തേക്ക് അവർക്കൊരു മരുന്ന് മേടിക്കാനുള്ള പൈസയാവേ, ഒരു ഗുളികയെങ്കിലും മേടിക്കാനുള്ള പൈസയാവേ. അപ്പം അത് വേണ്ട, അതൊരുമാതിരി പിച്ചക്കാശ് എന്നുള്ള രീതിയിലാണ് അന്ന് പറയുന്നത് കേട്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യം വന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ കൂടെ പറയും രേണുവിനെ സഹായിക്കാൻ ആൾക്കാർ സഹായിക്കുന്നവരെ എതിർക്കുന്നതെന്ന് പറയും. ഈ സഹായിക്കുന്നവരെ എതിർക്കുന്നൊന്നും ഈ റിയാക്ഷൻ വീഡിയോക്കാരല്ല, അല്ലാത്തവർ തന്നെയാണ്, കൂടെ ഉള്ളവരൊക്കെ തന്നെയാണ് ഈ എതിർക്കുന്നത്. പിന്നെ പ്രാർത്ഥിക്കുന്നത്,
അത് എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്നുണ്ട്. രേണുവിനെതിരെ വീഡിയോ ചെയ്തവരാണെങ്കിൽ പോലും രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ നശിച്ച് കാണാനായിട്ട് ആരും ആഗ്രഹിക്കത്തില്ല. ഒരു മനുഷ്യന് അസുഖം വരുന്നത് ആ ഒരവസ്ഥ വരുന്നത്, മനുഷ്യന് അസുഖം വരാമെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ക്യാൻസർ പേഷ്യൻ്റ് ഒരുപാട് മനുഷ്യർ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ക്യാൻസർ വരുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അറിയാവുന്നൊരു വ്യക്തിയാകുമ്പോഴത്തേക്ക് നമ്മൾ അവരെ മനസ്സ് വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. ബാക്കിയുള്ള ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഇനി ആർക്കും വരല്ലേ ദൈവമെന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അതാണ് എല്ലാവരും ചെയ്യുന്നത്. അതിനിപ്പോൾ പറയുന്നത് എന്നതാ, അങ്ങനെയുള്ള സഹായങ്ങൾ നിനക്ക് ഒരിക്കലും സന്ദീപിൻ്റെ ചാനലത്ര അങ്ങനെ ഒരു കാര്യം സന്ദീപ് പറഞ്ഞിട്ടില്ല. സന്ദീപ് എന്നല്ല, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുത്തരും അങ്ങനെ പറഞ്ഞിട്ട് എനിക്കറിയില്ല. അതോടൊപ്പം തന്നെ നിരവധി ആൾക്കാർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോയിൽ ഈ പറയുന്ന സന്ദീപിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത്, അതായത് അവിടെ പോയി മലപ്പുറത്ത് പോയി അവരുടെ വീട്ടിൽ പോയിട്ടാണ് ഈ സന്ദീപിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടി തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് 3 പേരാണ് പോയത്. അവർ പോയി SI അടക്കം പോയി ഈ പറയുന്ന സന്ദീപിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നു. അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇവരുടെ 2 ഫോണും അതോടൊപ്പം തന്നെ ലാപ്ടോപ്പും ഒക്കെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിഞ്ഞ ഒരു കാര്യം അനുസരിച്ച് പറയുകയാണെങ്കിൽ, ഈ പറയുന്ന സന്ദീപിന്റെ ഫോണിലുള്ള ഡീറ്റെയിലും ലാപ്ടോപ്പിലുള്ള കാര്യങ്ങളും, ആരൊക്കെയാണ് ഫോൺ വിളിച്ചിട്ടുള്ളത്, ആരൊക്കെയാണ് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ള എല്ലാ രേഖകളും അവർ അവരുടെ സിസ്റ്റത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ള വിവരം അറിയാനായിട്ട് സാധിച്ചു. സന്ദീപിൻ്റെ വർത്തമാനം കേട്ടാൽ ഏതാണ്ട് പിടികിട്ടാ പുള്ളിയെ പോയി പിടിച്ചുകൊണ്ട് വന്നു എന്നുള്ള രീതിക്കാണ് സന്ദീപ് പറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. എൻ്റെ പിടികിട്ടാ പുള്ളിയായിട്ട് കിടക്കുന്ന ഒരാളെ കുറേ നാൾ കൊണ്ട് കണ്ടു കിട്ടാതെ എല്ലാവരും ഇങ്ങനെ നമ്മളെന്താ ഇപ്പം തൊപ്പിയൊക്കെയാണ് ഈ പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. തൊപ്പിയൊക്കെ കിട്ടാഞ്ഞിട്ട് പിടികിട്ടാ പുള്ളി എന്നുള്ള രീതി വരെ ആയിട്ടുണ്ട്. തൊപ്പിയൊക്കെ എതിരെ കേസൊക്കെ സ്ട്രോങ് ആയി വന്നപ്പോഴത്തേക്ക് തൊപ്പിയുടെ പാട് നോക്കിപ്പോയി. സന്ദീപ് പാത്തിരിക്കൊന്നും അല്ലായിരുന്നല്ലോ, ഒളിച്ചെങ്ങും പോയതും അല്ലായിരുന്നല്ലോ. പോയി എങ്ങാണ്ട് ഭയങ്കര രഹസ്യ സങ്കേതത്തിൽ നിന്ന് ഈ സന്ദീപിനെ വിളിച്ചുകൊണ്ട് വന്ന മാതിരി അനീഷിൻ്റെ വർത്തമാനം കേട്ടാലേ സന്ദീപിന്റെ വീട്ടിൽ ചെന്നാണ് പിടിച്ചോണ്ട് വന്നത്. അത് അവർ പരാതി കൊടുത്തിട്ട് ഇതായിക്കൊണ്ട് പോയി വിളിച്ചോണ്ട് വന്നു. അത് അല്ലാതെ അവിടെ ഇട്ട് അങ്ങനെ മർദ്ദിക്കുകയോ അല്ലെങ്കിൽ കൈവലങ്ങ് വെച്ചോ ഒന്നുമല്ല കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടു, അതൊരാൾക്കെതിരെയാണ്, അതാണ് കേസ് വന്നിരിക്കുന്നത്. ഇത് കേട്ടാൽ തോന്നും ഭയങ്കര സംഭവമാണെന്ന് തോന്നും. എന്തിനാ അനീഷേ, എല്ലാവരും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളവരൊക്കെ തന്നെയല്ലേ. ഒരാളെ ഇത് വരുമ്പോഴത്തേക്ക് നാളെ അനീഷിന് ഇങ്ങനെ ഒരു സംഭവം വരികയെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അനീഷ് ഇതിന് മുമ്പ് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് അനീഷിന് അറിയാമല്ലോ. പിന്നെ ഒരാളെ ഒരു മോശമാക്കണമെന്നുണ്ടെങ്കിൽ ആർക്ക് വേണേലും ആക്കാം. അപ്പം സന്ദീപിനെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതിന് ബാക്കി കാര്യങ്ങൾ കോടതിയിലേക്ക് പോകുന്നുള്ളതാണ് സന്ദീപ് പറഞ്ഞിരിക്കുന്നത്. ഇനി സന്ദീപിൻ്റെ ഫോണും അതുപോലെ തന്നെ ലാപ്ടോപ്പും ഒക്കെ അതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവർ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് ഷെബീന ബീബിയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവർ ആ ഫോണും കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ബിഷപ്പിനെ നമ്മൾ ഈ ഒരു പരാതിക്കകത്ത് നമ്മൾ കാണുന്നുണ്ട്, ഇതിനകത്ത് പറയുന്നുണ്ട്, ആവലാതിക്കാരനെ കേരളത്തിലും രാജ്യത്തിന് പല ഭാഗങ്ങളിലും അവിഹിത ബന്ധങ്ങളിൽ ഭാര്യമാരും മക്കളും ഉണ്ടെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. ഇതൊക്കെയാണ് സന്ദീപ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതേ ആക്ഷേപം തന്നെ ഇപ്പം കൂടെ കൂട്ടിയേക്കുന്ന ആൾക്കാരുടെ ഒക്കെ കൂടെ ഒന്ന് ഒന്നിച്ചൊന്ന് ഞാൻ കേട്ടതാണ്, ഉറപ്പായിട്ടും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞൊരു വാക്ക് ഞാനും കേട്ടിരുന്നു. അപ്പോൾ അന്നൊന്നും ഇതൊന്നും ഒരു പരാതിയോ ഒന്നും കണ്ടില്ല. എനിക്കൊന്നും അതായിരിക്കാം അവർക്കെതിരെ പോയൊരു പരാതി പറഞ്ഞവർക്കത് പോയിട്ടുണ്ട്. അത് ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അവർക്കെതിരെയും പോയൊരു പരാതി അന്ന് അവർ വന്നേച്ചും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ആരാ എന്നാന്നൊന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞവരൊന്നും കാണത്തുമില്ല, നമ്മൾ പറഞ്ഞത് മാത്രമേ പുറത്തു വരുള്ളൂ. അതുകൊണ്ട് അത് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ആരാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളത്. സന്ദീപ് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് സന്ദീപിൻ്റെ കഥയിലെ എങ്ങനെയായിരുന്നു കഥയുടെ ഞാൻ പറഞ്ഞത്, എന്നാ കഥ എന്നായിരുന്നു മറന്നുപോയി, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറന്നുപോയി. സാങ്കല്പിക കഥ, അത് തന്നെ സാങ്കല്പിക കഥയ്ക്കകത്തെ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്നാണേലും സന്ദീപിൻ്റെ തെളിവുണ്ടെന്നാണ് സന്ദീപ് പറയുന്നത്. അത് ഓരോ കാര്യങ്ങൾക്കും വേണ്ടി സന്ദീപിൻ്റെ തെളിവില്ലാതെ സന്ദീപ് ഒരിക്കലും സ്വന്തം ചാനലിലൂടെ സ്വന്തം ചാനലിലൂടെ എന്നല്ല, അദ്ദേഹം ഇങ്ങനൊരു കാര്യത്തിന് ഇങ്ങനൊരു സാങ്കല്പിക കഥയും കൊണ്ട് വരികയല്ലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്കറിയില്ല സന്ദീപിൻ്റെ ഇനി തെളിവുണ്ടോ ഇല്ലയോ, അതോ സന്ദീപിനെ കൊണ്ട് അതാരാണ് പറയിച്ചത്, ഇതാരാണ് ചെയ്യിപ്പിച്ചത്, അതൊക്കെ ഇനി പുറമേ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം വരട്ടെ. എന്തിനാണ് അവരിങ്ങനൊരു കഥ പറയിപ്പിച്ചതെന്നുള്ളതും ഇതിൻ്റെ പിന്നിൽ എന്നതാണെന്നുള്ളതും ഇതിലൊക്കെ എന്തെങ്കിലും സത്യങ്ങളുണ്ടോ അതല്ല ഇനി കള്ളങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സത്യത്തിൻ്റെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ. ആരുടെ ഭാഗത്താണ് ശരിയെന്നുള്ളത്. കാര്യം ഇതുവരെ സന്ദീപ് ചെയ്തിട്ടുള്ള വീഡിയോസ് വെച്ചാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ജെന്യുവനായിട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അതല്ല അദ്ദേഹം കള്ളത്തരങ്ങളാണ് ഇനി കാണിച്ചതെന്നുള്ള തെളിവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം അതിൻ്റെ കാര്യങ്ങൾ അതിപ്പോൾ ആര് ചെയ്താലും എത്ര നമ്മളിപ്പം ഒരു വീഡിയോ കാണും നല്ലൊരു കാര്യം ചെയ്യുന്നു പറയുന്ന ഒരാൾ തെറ്റായി ചെയ്തെങ്കിൽ നമുക്ക് തെറ്റെന്ന് പറയുന്നതിന് ഒരു മടിയില്ല. അവർ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയുന്നതിന് മടിയില്ല. മനുഷ്യരാണ്, തെറ്റുപറ്റാത്ത ആരുമില്ല. അതുകൊണ്ട് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഒരു കാര്യം കാണിക്കുമ്പോൾ അത് തെറ്റായി പോയെന്നുണ്ടെങ്കിൽ പിന്നത്തെ പ്രാവശ്യം എനിക്ക് തിരുത്തി പറയുന്നതിന് ഒരു മടിയില്ലാത്ത വ്യക്തിയാണ്. കാര്യം നമുക്ക് പറ്റിയ തെറ്റ് നമ്മൾ മറ്റുള്ളവർക്ക് പറയുന്നത്, നമ്മളൊരു പബ്ലിക്കിലേക്കാണ് ഒരു കാര്യം പറഞ്ഞു വിടുന്നത്. അത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റാൻ തന്നെ പറയുന്നതിൽ എനിക്കൊരു മടിയില്ലാത്തൊരു വ്യക്തിയാണ്. തിരുത്തി പറയാൻ എനിക്കൊരു മടിയില്ല. അപ്പം നമുക്ക്
മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇനി സന്ദീപിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അവരുടെ ചാനലിലൂടെയോ അല്ലെങ്കിൽ എനിക്കറിയില്ല, ഇനി അവരുടെ ചാനലിലൂടെ വീഡിയോസ് വരുമോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ കേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ ചർച്ചകൾ കാണുമോന്നും എനിക്കറിയത്തില്ല. എന്നാണേലും എന്നതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരുണ്ട്, അവരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്നാൽ എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങളാണ് പറയട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. സന്ദീപ് കാണിക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അഭിപ്രായമുണ്ട്. എനിക്ക് എൻ്റെ ശരിയുള്ള പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെയും ശരികളുണ്ട്. അതിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ എന്നെ വിമർശിക്കാം. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാം. അതല്ല ഞാൻ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സപ്പോർട്ട് ചെയ്യാം. എന്നാണെങ്കിലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളായിട്ട് നമുക്ക് കാണാം കേട്ടോ. നീ